ഒരുപാട് നേടിയിട്ടുണ്ട്. ആ നേട്ടത്തെപ്പറ്റിയെല്ലാം പറയാൻ പുറപ്പെട്ടാൽ എത്രയോ മണിക്കൂർ പറയേണ്ടി വരും. എന്നാൽ നേടേണ്ടുന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നല്ല നമ്മുടെ പരിമിതി നമുക്ക് മനസ്സിലാക്കുകയും വേണം. പരിമിതിയില്ലാതെ മുഴുവൻ കാര്യങ്ങളും ജനകീയാസൂത്രണത്തിൻ്റെ 30-ാം വർഷം കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടും പൂർത്തിയാവുമെന്ന ഒരു തെറ്റിദ്ധാരണയും വേണ്ട, പൂർണ്ണാവില്ല. അതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് മൗലിക മാറ്റങ്ങൾ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട് വരേണ്ടതുണ്ട്. അത് നമ്മൾ വിചാരിച്ചാൽ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം സാധിക്കുന്നില്ല. കാരണം ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ, കേന്ദ്രം അധികാരം പൂർണ്ണമായിട്ട് സംസ്ഥാനത്തിന് കൊടുത്തിട്ടില്ല. സംസ്ഥാനത്തിൻ്റെ അധികാരം മാത്രമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കെല്ലാം കൊടുത്തത്. കേന്ദ്രാധികാരത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും കേന്ദ്രം കൂടുതൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതെല്ലാം ചർച്ച ചെയ്താണ്. രാജ്യരക്ഷ, വിദേശ നയം, കറൻസി, പൊതുവായിട്ടുള്ള പഞ്ചവത്സര പദ്ധതി പോലുള്ള വളരെ പ്രധാനപ്പെട്ട പദ്ധതികൾ ഒഴിച്ച് ബാക്കി മുഴുവൻ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തിനും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അധികാരങ്ങളിൽ മഹാഭൂരിപക്ഷവും പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും പ്രാദേശിക ഗവൺമെൻറ്റുകൾ എന്ന നിലയിൽ പൂർണ്ണമായി കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ്. എവിടെയാണ് കൈമാറ്റം ചെയ്യപ്പെടുക? എവിടെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത്? ഇന്ത്യയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല. നിയമം നിർമ്മിച്ചു എന്നുള്ളതൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷേ കേന്ദ്രത്തിൻ്റെ കയ്യിലേക്ക് അധികാരങ്ങൾ മുഴുവൻ നിലനിർത്താനുള്ള പ്രവണതയാണ് ഇപ്പോഴും ശക്തിപ്പെട്ടു വരുന്നത്. അധികാര വികേന്ദ്രീകരണമല്ല. കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം അധികാരങ്ങൾ സഹകരണ മേഖല ഉൾപ്പെടെ എല്ലാം കേന്ദ്ര വിദ്യാഭ്യാസം ഉൾപ്പെടെ അതെല്ലാം മുമ്പ് കൺകറന്റ് ലിസ്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്, സ്റ്റേറ്റ് പട്ടികയിലുണ്ടായിരുന്നത് ഒക്കെ കേന്ദ്ര പട്ടികയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ അധികാര വികേന്ദ്രീകരണവും ജനകീയാസൂത്രണവും ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ പരിമിതിയുണ്ട്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ കേരളത്തെ നമുക്ക് എങ്ങനെ മുന്നോട്ടേക്ക് നയിക്കാം? ഇപ്പോൾ LSTD എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വകുപ്പിൻ്റെ ഭാഗമായിട്ട് മാറി. മുമ്പ് 3 മന്ത്രിമാരൊക്കെ കൈകാര്യം ചെയ്തായിരുന്നു. അത് മാറി. അത് മാറ്റുന്നതിന് നമുക്ക് സാധിച്ചു. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും അതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത് പൂർത്തിയാക്കാനുണ്ട്. അത് ഉദ്യോഗസ്ഥ തലത്തിലുള്ളൊരു പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനി ജനകീയമായി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാത്തതിൻ്റെ ഭാഗമായി ജനപ്രതിനിധികൾ സമരത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും പോകുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. 3 മാസമാകുമ്പോഴേക്ക് തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കിട്ടണം. ഒരു തരത്തിലുള്ള ഗവൺമെൻറ് മാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തി അധികാര വികേന്ദ്രീകരണത്തിൻ്റെയും ജനകീയാസൂത്രണത്തിൻ്റെയും തലം തകരാൻ പാടില്ല. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കൈകാര്യം ചെയ്യുമെന്ന് വകുപ്പ് മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ CP ജോൺ മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. വേണ്ടതാണ്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ പരിസ്ഥിതിയിൽ അധികാര വികേന്ദ്രീകരണവും ജനകീയ ആസൂത്രണവും സംയുക്തമായി പോയപ്പോഴുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്താ? നേട്ടം ലോകത്തിൻ്റെ മുമ്പിൽ ഒരു പുതിയ മാതൃക കേരളം മുന്നോട്ടേക്ക് വെച്ചു എന്നുള്ളത് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞതല്ല, പറഞ്ഞത് അമർത്യ സെന്നാണ്. അമർത്യ സെൻ 2 ഘട്ടങ്ങളിലായിട്ട്, ഒന്ന് കേരളത്തിൽ വന്നിട്ട് പറഞ്ഞു, മറ്റൊന്ന് കേരളത്തിൽ വരാതെ തന്നെ സെമിനാറിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു. നമ്മുടെ സാമൂഹിക ജീവിതത്തെ, പ്രത്യേകിച്ച് ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന മനുഷ്യരെ നല്ല പോലെ മുന്നോട്ടേക്ക് നയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികളിലൂടെയാണ്. അതുപോലെ കേരളത്തിൻ്റെ പൊതുവായ വളർച്ച, വികസനം, ആ വികസന പ്രക്രിയയിലും ഫലപ്രദമായി ഇടപെടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഗുണമേന്മയുള്ള വികസന പ്രക്രിയക്ക് ആക്കം കൂട്ടാൻ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും കേരളത്തിനായി. സമാനതകളില്ലാത്ത രീതിയിൽ കേരളം ആ മേഖല മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഇത്രയും കാര്യങ്ങൾ ഇപ്പോഴേ ഏറ്റവും അവസാനം പറഞ്ഞപ്പോൾ അമർത്യ സെൻ തന്നെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യം ഒന്ന് ആവർത്തിച്ചു. രാജ്യത്ത് ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന ഒരു നാട്, ദാരിദ്ര്യരേഖ ഏറ്റവും കൂടുതൽ ആളുകൾ ദാരിദ്ര്യരേഖ പിന്നണിയിലുണ്ടായിരുന്നൊരു സംസ്ഥാനമായിരുന്നു 61 സെൻസസ് അനുസരിച്ച് കേരളം. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം, സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ, പൊതുവേ സംസ്ഥാനം പിന്നോക്കമാണ്. എന്നാൽ ഈ സംസ്ഥാനം പിന്നോക്കം നിൽക്കുന്ന ഘട്ടത്തിൽ നമ്മൾ നടത്തിയ സാമൂഹ്യ ഇടപെടലിൻ്റെ ഭാഗമായി കേരളം
ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിത നിലവാരത്തേക്കാൾ മെച്ചപ്പെട്ട ജീവിതം കൈകാര്യം ചെയ്യാൻ പ്രാപ്തമായി. ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സാമ്പത്തികമായിട്ട് ഇതര സംസ്ഥാനങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ തമിഴ്നാടായാലും അതുപോലത്തെ മറ്റിതര സംസ്ഥാനങ്ങൾ പരിശോധിച്ച് നമ്മൾ പിന്നോക്കം തന്നെയാണ്. പക്ഷേ ഈ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമായ കേരളം, അവിടെ ജീവിക്കുന്ന സാധാരണ മനുഷ്യൻ്റെ ജീവിതം മറ്റിതര സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ട തലത്തിൽ മുന്നോട്ടേക്ക് നയിക്കാൻ അവരെ പ്രാപ്തമാക്കി. അതിനെ അമർത്യ സെൻ പറഞ്ഞ ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും സാമൂഹ്യക്ഷേമ മേഖലയിലായാലും ലോകത്തിന് മാതൃകയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് കേരള മോഡൽ. ഈ മോഡൽ മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു നാട്. സോഷ്യലിസമോ ജനാധിപത്യ വിപ്ലവവും നടന്നൊന്നുമല്ല, ശരിക്കും മുതലാളിത്തം. ഈ മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു നാട്ടിൽ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ചാൽ നല്ല മെച്ചപ്പെടൽ നേടാൻ അവർക്ക് സാധിച്ചു. സാമ്പത്തിക സ്ഥിതി വെച്ച് പരിശോധിച്ചാൽ മറ്റിതര സംസ്ഥാനങ്ങളെക്കാളും പിന്നിലാണ് നമ്മൾ. പക്ഷേ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ട് എങ്ങനെ മുന്നോട്ടേക്ക് പോയി എന്നുള്ളത് കേരളത്തിൻ്റെ പാഠം ലോകം പഠിക്കേണ്ടതാണ് എന്നാണ് അമർത്യ സെൻ പറഞ്ഞതിൻ്റെ പൊരുൾ. അത് വീണ്ടും അദ്ദേഹം ഇപ്രാവശ്യവും കഴിഞ്ഞ കൊല്ലം അത് സെമിനാറിൻ്റെ ഭാഗമായിട്ട് ഒന്നുകൂടി ആവർത്തിച്ച് വിശദീകരിച്ചു. മാറ്റാണ്, വലിയ മാറ്റമാണ്. വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായോ? പൂർണ്ണമായിട്ടില്ല. കേരളത്തിൻ്റെ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൻ്റെ ആവശ്യകതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പുതിയ കണ്ടെത്തലുകളും ചർച്ചകളും ഇവിടെ 10-12 സെഷനിൽ 2 പ്രധാനപ്പെട്ട പ്രത്യേക സെഷൻ ഉൾപ്പെടെ 14 സെഷനിൽ ഇന്ന് വൈകുന്നേരം 4:30 മണി വരെയുള്ള ചർച്ച നമ്മൾ നടത്താൻ പോകുന്നത് ഈ മേഖലയിലാണ്. അതിൽ ജെൻസി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുമായിട്ട് എങ്ങനെ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന് ശക്തിപ്പെടാൻ കഴിയും, ബന്ധപ്പെടാൻ കഴിയും, അവരൊക്കെ എങ്ങനെയാണ് ഈ കഴിഞ്ഞ 30 കൊല്ലക്കാലത്തെ അനുഭവങ്ങൾ അവർക്ക് സ്വായത്തമാക്കാൻ ആവശ്യമായ ഫലപ്രദമായ ഇടപെടൽ നടത്താൻ നമുക്കാവുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. ചർച്ച ചെയ്യണം. ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. അതൊരു പ്രപഞ്ച നിയമമാണ്, മാറ്റാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിനനുസരിച്ച് പുതിയ തലമുറയും ആ തലമുറയുടെ ഇന്നത്തെ ഒരു രീതിയുണ്ട്, ആ രീതിയുടെ വ്യത്യസ്തതയും എല്ലാം മനസ്സിലാക്കി ജനങ്ങളുടെ മുഴുവൻ, അല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം, ജനങ്ങളുടെ മുഴുവൻ ആസൂത്രണ പ്രക്രിയയായി ജനകീയ ആസൂത്രണത്തെ മാറ്റാൻ നമുക്ക് കഴിയണം. അതിന് പുതിയ തലങ്ങളിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. പുതിയ ജെൻസി വിഭാഗത്തെ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ വളരെ സീരിയസ് ആണ്. നമ്മളെല്ലാം ധാരണ എന്താ പറഞ്ഞാൽ ഇതെല്ലാം ഫോണും നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒന്നും തിരിയാത്ത ഒരു വിഭാഗമാണ് ഈ ജെൻസി വിഭാഗം എന്നാണല്ലോ പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. അരാഷ്ട്രീയമാണ്, അരാജകത്വമാണ് എന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ല എന്നവർ തെളിയിച്ചല്ലോ ഈ ഇന്ത്യയിൽ.